അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷനുകൾ CPO, ഫയർമാൻ, എക്സൈസ്, അതുപോലെ ഫയർമാൻ ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, പോലീസ് ഡ്രൈവർ, ഇങ്ങനെ ഒട്ടുമിക്ക നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ വീഡിയോക്കാണ് കമന്റ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ കാണുമോ എന്ന്. നമ്മൾ നേരത്തെ ഞാനും പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പലതും എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലായിട്ട് പോകേണ്ടത് കൊണ്ട് അതിനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കിപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ CPO, WCPO, IRB, ഇതിന് മൂന്നിനും സെയിം സ്പെഷ്യൽ ടോപ്പിക് ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ എക്സൈസ് വിളിച്ചിട്ടുണ്ട്, ഫയർമാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിന്റെ തസ്തികയുമായി ബന്ധപ്പെട്ട 20 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. ഇതിന്റെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം, ഇപ്പം വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി പാർട്ടുകൾ നമുക്ക് കടലോളം പഠിക്കാനുണ്ട്. 5 മാർക്കേ ആകെ ലഭിക്കത്തുള്ളൂ. ഇപ്പം ജോഗ്രഫി ആണെങ്കിലും വേൾഡ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, കേരളം ഉണ്ട്, കടല് പോലെ പഠിക്കാനുണ്ട്. നമുക്ക് കിട്ടുന്ന 5 മാർക്കാണ്. അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ആ ഒരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് വരുന്നത്. ഒരു 15 to 20 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സുകൾ എവിടെ കിട്ടുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് CPOയ്ക്കും WCPOയ്ക്കും ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ IRBക്കും കൂടി ഉപകാരപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ഒരു ചാനൽ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ വരും, WCPOയുടെ വരും, IRBയുടെ വരും. അത് കൂടാതെ എക്സൈസിന്റെ വരുന്നുണ്ട്, ഫയർമാന്റെ വരുന്നുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് വരുമ്പോൾ അതിന്റെയും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡ്രൈവർ, പോലീസ് ഡ്രൈവർ, പിന്നെ മറ്റ് കുറച്ച് ഡ്രൈവർ തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ആ സാറിനെ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഇതുപോലുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും PSCയുടെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു ചാനലിന്റെ പേര് E-Learn PSC എന്നാണ്. ഇതിൽ ഓൾറെഡി ഇപ്പോൾ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡ്രൈവറിന്റെ, പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, ഫോറസ്റ്റ് ഡ്രൈവർ, അതായത് ഡ്രൈവറിന്റെ കോമൺ ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CPO, WCPO, IRBയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫയർമാന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ ഇനിയിപ്പം ഈ പറയുന്ന എക്സാമുകൾക്കെല്ലാം സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾ വേറെ എങ്ങ് പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു കുടക്കീഴിൽ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് നോക്കിയാൽ നല്ല ക്വാളിറ്റി ക്ലാസ്സുകളാണ്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിന് ഇനി വേറെ എങ്ങും പോകണ്ട. ഇത് ഫ്രീ ക്ലാസ്സും കൂടിയാണ്, യൂട്യൂബിൽ ഇടുന്ന ഫ്രീ ക്ലാസ്സും കൂടിയാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട് ചെല്ലുന്നവരാണെങ്കിൽ, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെല്ലുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന വീഡിയോയുടെ താഴെ നമ്മുടെ ചാനലിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്യുക. എനിക്കത് കാണുമ്പോൾ സന്തോഷമായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്.